വലിയ നടുക്കത്തോടെയാണ് കുവൈത്തിലെ തീപിടുത്തത്തിന്റെ വാർത്ത നമ്മൾ കേട്ടത്. മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരായ തൊഴിലാളികൾ താമസിക്കുന്ന ഫ്ളാറ്റിലാണ് ദുരന്തം സംഭവിച്ചതെന്ന വാർത്ത വരാനിരിക്കുന്ന അശുഭകരമായ വാർത്തകളുടെ ആരംഭം മാത്രമായിരുന്നു. പിന്നീട് വന്ന വാർത്തകൾ ഓരോന്നും നെഞ്ചുലക്കുന്നതായിരുന്നു. ഒടുവിൽ ഇന്ന് 45 ഇന്ത്യക്കാരുടെ ചേതനയേറ്റ ശരീരവുമായി വ്യോമസേനയുടെ വിമാനം കൊച്ചി വിമാനത്താവളത്തിലെത്തിയപ്പോൾ കണ്ണീരണിഞ്ഞ് അവരെ സ്വീകരിക്കാനെത്തിയത് ഈ നാട് മുഴുവനുമായിരുന്നു. ഏറെ സ്വപ്നങ്ങളുമായി ഉറ്റവരെയും ഉടയവരെയും വിട്ട് പ്രവാസത്തിലേക്ക് യാത്രയായവരായിരുന്നു ആ മനുഷ്യർ. ദിവസങ്ങൾക്ക് മുൻപ് കുവൈത്തിലെത്തിയവർ മുതൽ ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും അന്യനാട്ടിൽ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. രാവിലെ 10:30 കൊച്ചി വിമാനത്താവളത്തിൽ അവരുടെ മൃതദേഹങ്ങളുമായി എത്തിയ വ്യോമസേനയുടെ വിമാനം പറന്നിറങ്ങിയത്. മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉണ്ടായിരുന്നു. വിമാനത്താവളത്തിലെ പൊതുദർശനത്തിന് ശേഷം പ്രത്യേക ആംബുലൻസുകളിലാണ് മൃതദേഹങ്ങൾ അവരുടെ വീടുകളിൽ എത്തിച്ചത്. 23 മലയാളികളുടെയും 7 തമിഴ്നാട്ടുകാരുടെയും 1 കർണാടക സ്വദേശിയുടെയും മൃതദേഹങ്ങളാണ് കൊച്ചിയിൽ എത്തിച്ചിരുന്നത്. ബാക്കി 14 മൃതദേഹങ്ങളുമായി വിമാനം ഡൽഹിയിലേക്ക് പോയി. ജീവിത സ്വപ്നങ്ങളുമായി അന്യനാട്ടിലേക്ക് പോയ പ്രവാസികളെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കുടുംബങ്ങൾക്ക് ഒരിക്കലും താങ്ങാൻ കഴിയാത്തതായിരുന്നു ചേതനയറ്റുള്ള അവരുടെ മടങ്ങിവരവ്. ജൂൺ 12 ബുധനാഴ്ച പുലർച്ചെയായിരുന്നു നാടിനെയാകെ പിടിച്ചുലച്ച സംഭവം. ദക്ഷിണ കുവൈറ്റിലെ മംഗഫ് നഗരത്തിൽ തൊഴിലാളികൾ താമസിക്കുന്ന 6 നില കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. രക്ഷാപ്രവർത്തനങ്ങൾ സമയത്ത് നടത്തിയെങ്കിലും മരണസംഖ്യ ഉയരുകയായിരുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് കെട്ടിടത്തിൽ അത്രയധികം തൊഴിലാളികളെ താമസിപ്പിച്ചതെന്നും കമ്പനിയുടെയും കെട്ടിട ഉടമയുടെയും അത്യാഗ്രഹത്തിന്റെ ഫലമാണ് അപകടത്തിന്റെ തീവ്രത വർദ്ധിക്കാൻ കാരണമെന്നും സംഭവ സ്ഥലം സന്ദർശിച്ച ശേഷം കുവൈറ്റ് ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നു. 195ഓളം പേരാണ് ആ 6 നില കെട്ടിടത്തിൽ താമസിച്ചിരുന്നതെന്നാണ് വിവരം. താഴത്തെ നിലയിലെ സുരക്ഷാ ജീവനക്കാരന്റെ മുറിക്ക് സമീപത്ത് നിന്നാണ് തീ പടർന്നതെന്നും ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ചിരുന്ന മുറിയിലേക്ക് തീ വ്യാപിച്ചതോടെ മുകളിലത്തെ നിലകളിലേക്കും ആളിപ്പടരുകയായിരുന്നെന്നുമാണ് പുറത്തുവന്ന ആദ്യ നിഗമനങ്ങൾ. ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് തീ പടർന്നതെന്ന് കുവൈറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ സുരക്ഷാ ജീവനക്കാരൻ ഭക്ഷണം പാകം ചെയ്യുന്നതിനിടയിൽ സംഭവിച്ചതാണെന്നും അഭ്യൂഹങ്ങളുണ്ട്. വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. മന്ത്രിസഭാ യോഗം ചേർന്നാണ് മൃതദേഹങ്ങൾ ആദ്യം കൊച്ചിയിലേക്ക് കൊണ്ടുവരണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചത്. തമിഴ്നാടിന്റെ ആംബുലൻസും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. റോഡ് മാർഗമാണ് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും മൃതദേഹങ്ങൾ കൊണ്ടുപോയത്. അതിർത്തി വരെ അനുഗമിക്കാൻ കേരള പോലീസിന്റെ അകമ്പടി വാഹനങ്ങളും ഉണ്ടായിരുന്നു. അതിർത്തിയിൽ വെച്ച് മൃതദേഹങ്ങൾ തമിഴ്നാട് പോലീസിന് കൈമാറി. തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ വീതം ധനസഹായം ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റ മലയാളികൾക്ക് 1 ലക്ഷം രൂപ വീതം നൽകാനും കഴിഞ്ഞ ദിവസം ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായി. കൂടാതെ പ്രവാസി വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ MA യൂസുഫ് അലിയും പ്രവാസി വ്യവസായി രവി പിള്ളയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് യൂസുഫ് അലി 5 ലക്ഷം രൂപയും രവി പിള്ള 2 ലക്ഷം രൂപയും വീതം നൽകുമെന്നാണ് വിവരം. നോർക്ക വഴിയായിരിക്കും ഈ സഹായങ്ങൾ നൽകുക.